നമസ്കാരം, സ്പീഡ് ന്യൂസ്. തൃശൂരിൽ ഇനി പൂരാവേശം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റത്തിന് വൻ പുരുഷാരം സാക്ഷ്യം വഹിച്ചു. ഉത്സവ ആന എഴുന്നള്ളിപ്പുകൾക്കുള്ള അപ്രായോഗിക നിർദ്ദേശങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ 16-ാം തീയതി മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ നൽകില്ലെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങളുമായി വനംവകുപ്പ് സർക്കുലർ പുറത്തിറക്കിയതോടെയാണ് ആനയുടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതീക്ഷയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ഞായറാഴ്ച പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. കുപ്പിവെള്ളവും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണ പദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യത. പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി അച്ചേരത്ത് വീട്ടിൽ ആദിലിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറി. ദേശീയപാത പുതുക്കാട് സിഗ്നലിന് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ടോറസ് ലോറിയും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചേലക്കരയിൽ പനയിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു. ചേലക്കര മേപ്പാടം കൽത്തൊട്ടിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കരിമ്പന മുറിക്കുന്നതിനിടയിലാണ് അപകടം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് ഇന്ന് കുറവ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 6650 രൂപയും പവന് 53,200 രൂപയുമായി. ഇതിഹാസത്തിന്റെ 150 വർഷങ്ങൾ എന്ന പേരിൽ തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 1 വർഷം നീണ്ടുനിന്ന കുമാരനാശാന്റെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപനം നടന്നു. ചേറൂർ സാഹിതിയിൽ നടന്ന സമാപന ചടങ്ങ് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കോതച്ചിറ ചിറയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നേതൃത്വം നൽകി. ഉത്സവം 20-ന് സമാപിക്കും. പാവറട്ടി വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കുടിവെള്ള വിതരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മുല്ലശ്ശേരി നല്ലിടയന്റെ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ മാർട്ടിൻ കുളമ്പ്രത്ത് കാർമ്മികത്വം വഹിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13-ാം വെള്ളി ദിനാചരണം ഭക്തി നിർഭരമായി. ഫാദർ ലിജോ പതിപ്പറമ്പൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുമന സുഗതൻ അധ്യക്ഷയായി. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല പ്രൊഫസർ MN വിജയൻ സ്മാരക പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 3ാമത് പ്രൊഫസർ MN വിജയൻ സ്മാരക പുരസ്കാരം കവിയും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണന് സമ്മാനിക്കും. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നെല്ലുവായി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല രക്ഷാധികാരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ K. കേശവൻ നമ്പീശനെ അനുസ്മരിച്ചു. വായനശാല പ്രസിഡന്റ് പ്രദീപ് നെല്ലുവായി അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അഴിമതി വിരുദ്ധ ഏകോപന സമിതി കൊടുങ്ങല്ലൂരിൽ ജനസംഗമം സംഘടിപ്പിച്ചു. ആം ആദ്മി ഡെമോക്രാറ്റിക് സംസ്ഥാന ചെയർമാൻ ബാബുരാജ് താണിയത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മന്ത്രി അഡ്വക്കേറ്റ് P. രാജീവ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് എട്ടുമന പൊട്ടുച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി നടരാജനാണ് മരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPM കാട്ടൂർ ലോക്കൽ കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി തിരുനാളിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് വരും ദിവസങ്ങളിൽ പാവറട്ടിയിൽ പരിശോധനയ്ക്കിറങ്ങും. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുടയും സംയുക്തമായി ശാസ്താംപൂവം കാടർ കോളനിയിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI UM സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് വനവകുപ്പിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ തീവെട്ടി, താളമേളം എന്നിവ പാടില്ലെന്ന സർക്കുലറിൽ മാറ്റം വരുത്തും. പുതിയ സത്യവാങ്മൂലം തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുമെന്നും മന്ത്രി. ചാലക്കുടി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ എത്തിയിട്ടും വേതനം ലഭിച്ചില്ലെന്ന ആക്ഷേപം. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകേണ്ട തുക അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയതെന്ന് ഭരണസമിതി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.